ജുവാന, നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. അത് പിന്നെ ഇച്ചായ, ഞാൻ എന്റെ ന്യൂസൊക്കെ കണ്ടായിരുന്നു, വല്ലാത്തൊരു ഭയം തോന്നുന്നു. ഇച്ചായനൊന്ന് സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അവൻ ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയത്താൽ ഒറ്റ ശ്വാസത്തിൽ അതെല്ലാം പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന ഇസ്ഹാക്കിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നു ജുവാന, നീ ഇങ്ങനെ പേടിക്കാന് മാത്രം ഞാൻ അത്ര വലിയ ഭീകരനൊന്നുമല്ല. അത് ഞാൻ സൂക്ഷിച്ചോളാം. താൻ അതോർത്ത് പേടിക്കാൻ നിൽക്കണ്ടേ. ശരി ഇച്ചായ, ഞാൻ എന്നാ ഫോൺ വെക്കുക. ശരി, താനെന്നാ വെച്ചോ. പിന്നെ കോളേജിൽ വന്ന് നാളെ തന്നെ ഇതെല്ലാം എല്ലാവരോടും വിളിച്ചു പോവാനൊന്നും നിൽക്കണ്ട. വീട്ടുകാർ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ മതി, കേട്ടല്ലോ? എന്നാ ബൈ. ഹോ, ഇച്ചാൻ ഇത്രയെങ്കിലും മിണ്ടിയല്ലോ. ഞാൻ ഓർത്ത് ക്ലാസ്സിൽ കാണുന്ന അതേ ഗൗരവമാണെന്ന്. അത് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ച് കട്ടിലേക്ക് കിടന്നു. ജുവാനയുടെ മനസ്സിൽ ആ നിമിഷം വളരെ സന്തോഷം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കോളേജിൽ എല്ലാവരുടെ ഹൃദയമെടുപ്പ് കൂട്ടുന്ന ഹാൻസം സാർ ഇനി തൻ്റെ സ്വന്തം ഓർത്തപ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വീട്ടുകാർ ഒഫീഷ്യലി എന്ന് പറയുമ്പോൾ ഇച്ചാന് സമ്മതമാണെന്നല്ലേ. അത് റിയലൈസ് ചെയ്ത് വന്നപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് കയറി. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. അവൾ പതുക്കെ എഴുന്നേറ്റ് തന്റെ പ്രതിബിംബം കണ്ണാടിയിൽ ഒന്ന് നോക്കി. ഇനി തല്ലല്ല സാറേ, ഞാൻ ചത്തുപോകും. ലാത്തിയുടെ ഓരോ അടിയും ശരീരത്തിൽ പതിയുമ്പോൾ അസ്ഥികൾ നുറുങ്ങുന്ന വേദനയോടെ ശ്രീകാന്ത് നിലവിളിച്ചു. അടി നന്നായി കിട്ടിത്തുടങ്ങിയപ്പോൾ തന്നെ അവനെല്ലാം തുറന്നു പറയാൻ തയ്യാറായിരുന്നു. കസ്റ്റഡി മുറിയിലെ ഇരുമ്പഴികൾക്കപ്പുറം നിന്നിരുന്ന മിഥുനാകട്ടെ ഇതൊക്കെ കണ്ടിട്ട് യാതൊരുവിധ കൂസലുമില്ലാതെ ധിക്കാരത്തോടെ നിൽക്കുകയായിരുന്നു. അവന്റെ മുഖത്തെ ഭാവം സൂര്യയുടെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിയാക്കി. എന്നാൽ പറയട പഞ്ഞ മോനെ, അവിടെ എന്തൊക്കെയാ നടന്നത്? ആ ഇത്തിരി പോന്ന പെങ്കൊച്ചിന് എങ്ങനെ ഈ ഒരു അവസ്ഥ വന്നതെന്ന് വള്ളി പുള്ളി തെറ്റത് മുഴുവൻ നീ പറയണം. അത് പിന്നെ സാറേ, ശ്രീകാന്ത് കിതച്ചുകൊണ്ട് വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. നീ എന്നെ പേര് വിളിച്ച് കൂടുതൽ അങ്ങോട്ട് പുണ്യാളനാവാൻ നോക്കണ്ട. പറയടാ മോനെ അങ്ങോട്ട്, കാര്യം എന്താണെന്ന് വെച്ചാൽ. അത് പറഞ്ഞുകൊണ്ട് സൂര്യ അവനെ ക്രൂരമായ നോട്ടം നോക്കിക്കൊണ്ട് അവന്റെ വയറ് നോക്കി ഒരിടി കൊടുത്തു. ആ ഒരൊറ്റ ഇടിയിൽ ശ്രീകാന്തിന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൻ വയറിൽ കൈ അമർത്തി പിടിച്ചുകൊണ്ട് കോൺക്രീറ്റ് തറയിലേക്ക് കുഴഞ്ഞു വീണു. മുറിയുടെ കോണിൽ നിന്നിരുന്ന യദു ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് നിന്നു. സൂര്യ തന്റെ കയ്യിലെ ലാത്തി മേശപ്പുറത്ത് ശക്തമായി അടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം ആ ലോക്കപ്പ് മുറിയെ ഒന്നാകെ നടുക്കി. അവന്റെ കണ്ണുകളിൽ കത്തുന്ന പ്രതികാരത്തിന്റെ അഗ്നി ഉണ്ടായിരുന്നു. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ല സാറേ, ഞാൻ എല്ലാം പറയാം. തറയിൽ കിടന്ന് ഇഴഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കൈകൾ കൂപ്പി യാചിച്ചു. എല്ലാ ദിവസത്തെയും പോലെ ആ കൊച്ചിന് മിഠായും പാലും ഒക്കെ ഏതു സാറ് കൊടുത്തു. പക്ഷെ അന്ന് ആ കൊച്ചിന് എന്തോ സംശയം തോന്നിയെന്ന് തോന്നുന്നു. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ സൂര്യയുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവമായിരുന്നു. ചുണ്ടുകൾ കോടി, കൈവിരലുകൾ വീണ്ടും മുറുകി. സാറേ, ആ കൊച്ച് അതൊന്നും കഴിച്ചില്ല, എന്നിട്ട് കള്ളം പറഞ്ഞു സാറിനോട് കഴിച്ചെന്ന്. ഇതൊന്നും അറിയാതെ സാർ എന്നത്തെ പോലെ രാത്രി 11 മണിയായപ്പോൾ റൂമിലേക്ക് ചെന്നപ്പോൾ ആ കൊച്ചു ഉറങ്ങുകയല്ലായിരുന്നു, മറിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ പെങ്കൊച്ച് എല്ലാം കയ്യോടെ പൊക്കി സാറേ. എന്നിട്ട് നീയൊക്കെ എന്താണ് ചെയ്തത്? സൂര്യയുടെ ശബ്ദം ലോക്കപ്പ് മുറിയിലെ ചുവരുകളിൽ പ്രതിധ്വനിച്ചു. അത് പിന്നെ സാറേ, ഇവർ രണ്ടുപേരും കൂടി ആ കൊച്ചിന്റെ അടുത്ത് ചെന്ന് ഓരോന്നൊക്കെ കാണിക്കുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി. അതോടെ ആ കൊച്ചാകെ തളർന്നു പോയി. അതുവരെ കേട്ടത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു സൂര്യക്ക്. അവന്റെ ചോര തിളച്ചു മറിഞ്ഞു. ആ കുഞ്ഞു മാലാഖയോട് ഇവർ ചെയ്ത ക്രൂരതയുടെ ആഴം മനസ്സിലായ ആ നിമിഷം അവന്റെ നിയന്ത്രണം വിട്ട് മൃഗത്തെ പോലെ ആയി. പന്ന പുന്നാര മക്കളെ, ആ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനോട് നീയൊക്കെ എന്താടാ കാണിച്ചത്? ചോദിച്ച് പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യ അവന്മാർക്ക് നേരെ തിരിഞ്ഞു. ആ സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ഇരകളെ പോലെ മിഥുനും യദുവും തളർന്നു. ഭിത്തിയോട് ചേർന്ന് നിന്ന മിഥുന്റെ കോളറിൽ സൂര്യ ഒറ്റ കൈയാൽ കുത്തിപ്പിടിച്ചു. അവന്റെ വലിപ്പമൊന്നും സൂര്യയുടെ ആവേശത്തിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. സൂര്യ തന്റെ വലത് കൈ ചുരുട്ടിപ്പിടിച്ച് മിഥുന്റെ താടിയിൽ നോക്കി ഒരൊറ്റ ഇടി വെച്ചു കൊടുത്തു. ആ ആഘാതത്തിൽ മിഥുൻ ചുവരിലിടിച്ച് താഴേക്ക് വീണു. വായിൽ നിന്ന് കൊഴുത്ത ചോര ഒഴുകിയിറങ്ങിയിട്ടും അവന്റെ മുഖത്തെ ധിക്കാരം മാറിയിരുന്നില്ല. അത് കണ്ട സൂര്യ അവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെഞ്ചിലേക്ക് കാൽമുട്ടുകൊണ്ട് ശക്തമായി തൊഴിച്ചു. യദു ഭയമൂത്ത് ഓടാൻ ശ്രമിച്ചെങ്കിലും സൂര്യ അവനെ പിന്നിൽ നിന്ന് ഷട്ടിൽ പിടിച്ചു വലിച്ച് ലോക്കപ്പിന്റെ ഇരുമ്പഴികളിലേക്ക് ഒരൊറ്റ തള്ളു വെച്ചു കൊടുത്തു. തല ഇരുമ്പഴികളിൽ ഇടിച്ച് അവൻ നിലവിളിച്ചുകൊണ്ട് താഴെ ഇരുന്നു. രാത്രി ഒരുപാട് വൈകിയാണ് സൂര്യ സ്വന്തം വീട്ടിലെത്തിയത്.
കയ്യിലെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിരുന്നു. വീടിന്റെ മുൻവശത്തെ ലൈറ്റുകളെല്ലാം അണഞ്ഞു കിടക്കുകയായിരുന്നു. അകത്ത് കിടന്നുറങ്ങുന്ന അമ്മയെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് അവൻ കരുതി. അതുകൊണ്ട് അവൻ തന്റെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിക്കാറുള്ള സ്പെയർ കീ കയ്യിലെടുത്തു. വളരെ ശബ്ദം കുറച്ച് പൂട്ട് തുറന്ന് അവൻ വീടിനകത്തേക്ക് കയറി. ഹാളിലും മറ്റു റൂമുകളിലും നല്ല നിശബ്ദതയായിരുന്നു. അവൻ പതുക്കെ നടന്ന് തന്റെ റൂമിലേക്ക് കയറി. റൂമിൽ കയറിയപ്പോൾ തന്നെ കടുത്ത ക്ഷീണവും തളർച്ചയും അവനെ പിടികൂടി. പകൽ മുഴുവൻ നീണ്ടുനിന്ന ജോലി കഴിഞ്ഞാണ് അവൻ വരുന്നത്. അതുകൊണ്ട് ശരീരമാകെ തളർന്നിരുന്നു. കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. റൂമിൽ കയറിയ ഉടനെ അവൻ തന്റെ കയ്യിലിരുന്ന ഫോണും കയ്യിൽ കെട്ടിയിരുന്ന വാച്ചും മേശപ്പുറത്തേക്ക് ഊരി വെച്ചു. കട്ടിലേക്ക് കിടക്കാൻ ശരീരം അത്രമാത്രം കൊതിക്കുന്നുണ്ടായിരുന്നു. ഷർട്ടിന്റെ ബട്ടൺസുകൾ ഓരോന്നായി അഴിച്ചുകൊണ്ട് അവൻ കട്ടിലിന്റെ ഒരു വശത്തേക്കിരുന്നു. ഉറക്കം അവനെ പൂർണ്ണമായി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണുകൾ പതി അടഞ്ഞ ആ നിമിഷത്തിലാണ് മേശപ്പുറത്തിരുന്ന ഫോൺ വലിയ ശബ്ദത്തിൽ അടിച്ചത്. ആ സമയത്തുള്ള ആ ഫോൺ വിളി അവനിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് ആരാണ് വിളിക്കുന്നതെന്നോർത്ത് അവൻ അല്പം ദേഷ്യപ്പെട്ടു. ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി അതാരാണെന്ന് പോലും പരിശോധിക്കാൻ അവൻ നിന്നില്ല. മടിയോടെ കൈ നീട്ടി ഫോൺ എടുത്ത് അവൻ നേരെ ചെവിയോട് ചേർത്തു. അപ്പുറത്ത് നിന്നും വളരെ പതിഞ്ഞ ശബ്ദം കേട്ടു. ഡാഡി മമ്മി വീട്ടിലില്ല, അതുപോലെ ആരുമില്ല. ആ ഒരു വാചകം കേട്ടപ്പോൾ തന്നെ അതുവരെ സൂര്യ ഭരിച്ചുകൊണ്ടിരുന്ന കടുത്ത ഉറക്കവും ക്ഷീണവും ഒക്കെ ഏതോ വഴിക്ക് പോയിരുന്നു. അവന്റെ മനസ്സ് പെട്ടെന്ന് തന്നെ ഉഷാറായി. അവൻ കട്ടിലിൽ നിവർന്നിരുന്നു. ഇത് സത്യമാണ് ഈ പറയുന്നത്? സൂര്യ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും ചോദിച്ചു. മറുവശത്ത് നിന്ന് ചിരിയോടുള്ള മറുപടി വന്നു. അതേ എന്റെ പോലീസുകാരാ, ഞാൻ കള്ളം പറയുവോ? വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അവന്റെ നെഞ്ചിടിപ്പ് ഒന്ന് കൂടി വേഗത്തിലായി. ചുറ്റുമുള്ള നിശബ്ദതയിലേക്ക് നോക്കി കാര്യം ഒന്ന് ഉറപ്പിച്ച ശേഷം അവൻ തിടുക്കത്തിൽ ചോദിച്ചു, എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? മച്ചാനേ വാ, എൻ മച്ചാനേ വാ. തമാശ കലർന്ന ശബ്ദത്തിൽ അവൾ അവനെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വരാം. വലിയ ആവേശത്തോടെ അത് പറഞ്ഞ് സൂര്യവേഗം ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഒട്ടും സമയം കളയാൻ അവൻ തയ്യാറായിരുന്നില്ല. ഉറക്കം പൂർണ്ണമായി മാറി അവൻ കട്ടിലിൽ നിന്ന് വേഗത്തിൽ ചാടി എഴുന്നേറ്റു. അലമാരി തുറന്ന് പുറത്തു പോകാൻ പാകത്തിലുള്ള നല്ലൊരു ഡ്രസ്സും കയ്യിലെടുത്തു. അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി. പിന്നെ അങ്ങോട്ട് അവന്റെ ബുള്ളറ്റിൽ ഒരു പറക്കൽ തന്നെയായിരുന്നു. തണുത്ത കാറ്റും തന്റെ പെണ്ണിന്റെ അരികിലേക്ക് എത്താനുള്ള കൊതിയും അവനെ പുതിയൊരു ലോകത്ത് തന്നെ എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ വീടിനരികിലേക്കുള്ള വളവ് തിരിഞ്ഞപ്പോഴേ കണ്ടു ലൈറ്റൊക്കെ ഇട്ട് തന്നെ മാത്രം പ്രതീക്ഷിച്ച് അവിടെ ഒരാൾ ഉണ്ടെന്ന്. സൂര്യ അവളുടെ വീട്ടിലേക്ക് എത്തി ഫോൺ ഒന്ന് കയ്യിലേക്ക് എടുത്തപ്പോൾ തന്നെ അതിലേക്ക് അവളുടെ ശബ്ദം ഒഴുകിയിരുന്നു. IPSകാരൻ എങ്ങ് കയറിപ്പോന്നോ? ഞാൻ അകത്ത് തന്നെയുണ്ട്. അത് മാത്രം മതിയായിരുന്നു. അവൻ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചപ്പോൾ തന്നെ അത് തുറക്കുകയും ചെയ്തു. ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ കേൾക്കാം അടുക്കളയിലെ പാത്രങ്ങളുമായിട്ടുള്ള യുദ്ധം. അവൻ തന്റെ ഫോണും വാച്ചും ഡൈനിങ് ടേബിളിലേക്ക് വെച്ച് പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ കാണുന്നത് മുകളിലെ ഷെൽഫിലിരിക്കുന്ന ഗോതമ്പ് പൊടി കൈയെത്തിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തന്റെ പെണ്ണിനെയാണ്. അവൻ പതുക്കെ പുറകിലൂടെ ചെന്ന് അവളെ എടുത്തുയർത്തി. സൂര്യ, എന്തു പറ്റി ഇപ്പോൾ ഒരു കുക്കിംഗ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? അതും ഈ സമയത്ത്? രാത്രി ഞാനൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീയും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ല എന്നറിയാം. എന്നാ പിന്നെ ഹോ അങ്ങനെ. അത് പറയുന്നതിനൊപ്പം തന്നെ അവളെ നിലത്തേക്ക് നിർത്തിയിരുന്നു അവൻ. അപ്പോഴാണ് അവൻ അവളുടെ വേഷം ശരിക്കും ശ്രദ്ധിക്കുന്നത് തന്നെ. ഒരു ബ്ലാക്ക് കളർ ഫ്രോക്കാണ് അവൾ ഇട്ടിരുന്നത്. എന്തോ ആ ഡ്രസ്സിൽ അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗി തോന്നി. പൊന്നു മോനെ, ഭംഗി നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ നോക്ക്. ഞാൻ അപ്പോഴേക്കും 2 പേർക്കുമുള്ള ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. ചതിക്കല്ലേ എൻ്റെ പെണ്ണേ, നീ അന്നൊരു ലഡു ഉണ്ടാക്കി തന്നതിൻ്റെ കേട് തീരാൻ വേണ്ടി 2 ആഴ്ച എടുത്തു. അതെനിക്ക് അന്നൊരു പ്രൊഫഷണൽ മിസ്റ്റേക്ക് വന്നതാ, നിനക്കറിയാം. പിന്നെ എപ്പോഴും അത് പറഞ്ഞ് ഇങ്ങനെ കുത്തേണ്ട ആവശ്യമില്ല കള്ള പോലീസെ. പരിഭവത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. മുഖം വീർപ്പിക്കാത്തൊരു കാന്താരി, ഞാൻ വരുമ്പോൾ എനിക്ക് വിശക്കുമെന്നറിഞ്ഞ് നീ ഇത്രയ്ക്ക് ഉണ്ടാക്കാൻ തയ്യാറായില്ലേ? ആ സ്നേഹം മതി എനിക്ക്. പിന്നെ എൻ്റെ കൊച്ചിന് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നെല്ലാം കണ്ടാൽ മതി. ഇന്ന് കുക്കിംഗ് എൻ്റെ വകയാണ്. എന്റെ തമ്പുരാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? കാലിപ്പം പോലീസുകാരൻ എങ്ങനെ അടുക്കള വന്ന് ഷെഫിന്റെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാൻ എങ്ങനെയാണെന്ന് നിനക്കറിയാം, അത് മതി.
കറുത്തൊരു എബ്രോളം കെട്ടി കൈകൾ മുട്ടുവരെ മടക്കി വെച്ച് അവൻ പച്ചക്കറികളെ അരിയുന്ന തിരക്കിലായിരുന്നു. അവൾ അടുക്കളയിലെ സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്ന് കാലുകൾ ആട്ടിക്കൊണ്ട് സൂര്യയുടെ ഓരോ നീക്കങ്ങളും നോക്കി നിന്നു. സാധാരണ സൂര്യക്ക് അടുക്കള കയറുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. സൂര്യ ഉള്ളി അരിയുന്നത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി ചെറുതാക്കണം. ഉപദേശിക്കാൻ തുടങ്ങി. സൂര്യ കത്തി താഴെ വെച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ഇടുപ്പിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു, ഇവിടെ ഷെഫ് ഞാനാണ്, നീ വെറുതെ ഇരുന്നാ മതി, അല്ലെങ്കിൽ ഈ കത്തി എടുത്ത് ഞാൻ നിന്റെ മൂക്ക് അരിയേണ്ടി വരും. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് കുസൃതി ചിരിയാണ്. അവളുടെ മൂക്കിൻ തുമ്പി പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെയാണ് അവന്റെ സംസാരവും. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി. എന്റെ മൂക്കരിഞ്ഞ് പിന്നെ സൂര്യ ആരെ ഉമ്മ വെക്കുക? സൂര്യ ഒരു നിമിഷം തറഞ്ഞു നിന്നു പോയി. അവളുടെ ആ കുസൃതി നിറഞ്ഞ ചോദ്യം അവന്റെ ഉള്ളിൽ പ്രണയം നിറച്ചു. അവൻ സാവധാനം അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി ചേർത്തു. പിന്നെ പതിയെ പറഞ്ഞു, സമ്മതിച്ചു, നീ ഇല്ലാതെ എനിക്ക് എന്ത് സന്തോഷം. അവൻ അവളെ വിട്ട് വീണ്ടും ചിക്കൻ കഷ്ണങ്ങൾ മസാലയിലേക്ക് പുരട്ടുമ്പോൾ അവൾ പതിയെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു. അവൾ അവന്റെ പുറകിലൂടെ വന്ന് അവന്റെ ഇടുപ്പിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. സൂര്യ എന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. എന്താ മോളെ, വിശക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, പക്ഷെ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു, അവൾ അവന്റെ പുറകിൽ തല വെച്ചുകൊണ്ട് പറഞ്ഞു. സൂര്യ ചിരിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുന്നതിനിടയിൽ അവൻ അവളെ തിരിച്ച് തന്റെ അഭിമുഖമായി നിർത്തി. അവളുടെ മുഖത്ത് പടർന്നു കിടന്ന മുടിയിഴകൾ അവൻ സാവധാനം ചെവിക്ക് പിന്നിലായി ഒതുക്കി വെച്ചു. നീ ഇങ്ങനെ എന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പാചകത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട, ഞാൻ മാത്രം മതി നിന്റെ ശ്രദ്ധയെ, അവൾ കുസൃതിയോടെ പറഞ്ഞു. സൂര്യ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ വീണ്ടും അവളെ എടുത്തുയർത്തി സ്ലാബിലേക്ക് ഇരുത്തി. പിന്നെ അവൻ ചിക്കൻ കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ടു. എണ്ണയിൽ ചിക്കൻ വറുക്കുന്ന ശബ്ദവും ഒപ്പം നല്ല മണവും അടുക്കളയിലാകെ പരന്നിരുന്നു. അവൾക്ക് വിശന്നു തുടങ്ങി. അവൾ പതിയെ ഇറങ്ങി ചെന്ന് അവന്റെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു. അവന്റെ പുറത്ത് മുഖം അമർത്തി നിന്നു. സൂര്യ, ഈ മണം എനിക്ക് സഹിക്കാൻ വയ്യ, വേഗമാകുമോ? സൂര്യ ചട്ടിയിൽ നിന്ന് ഒരു കഷ്ണം ചിക്കൻ എടുത്ത് ഒന്ന് ഊതി തണുപ്പിച്ച് അവൻ അത് അവളുടെ വായുടെ അടുത്തേക്ക് നീട്ടി. അവൾ കണ്ണടച്ച് അത് ആസ്വദിച്ച് കഴിച്ചു. എങ്ങനെയുണ്ട്? സൂര്യ ആകാംക്ഷയോട് ചോദിച്ചു. സൂപ്പർ, ഇത്രയും നല്ല ചിക്കൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അവൾ അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. സൂര്യക്ക് സന്തോഷം സഹിക്കാനായില്ല. അവൻ അവളെ വാരിയെടുത്ത് സ്ലാബിൽ തന്നെ ഇരുത്തി. അവരുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തു. പുറത്ത് മഴ പെയ്തു തുടങ്ങിയിരുന്നു. ജനാലയിലൂടെ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ആ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടി. അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ഗ്രേവി സൂര്യ തന്റെ വിരലുകൾ കൊണ്ട് തുടച്ചു മാറ്റി. ആ സ്പർശനത്തിൽ അവളൊന്ന് വിറച്ചുപോയി. അവൾ അവന്റെ ഷർട്ടിലെ ബട്ടണുകളിൽ വിരൽ കൊണ്ട് വെറുതെ കറക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് തന്നെ കഴിച്ചാലോ? അവൾ ചോദിച്ചു. അടുക്കളയിൽ ഇരുന്നോ? അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ സ്ലാബിൽ തന്നെ ഇരുത്തിക്കൊണ്ട് പാത്രത്തിൽ ചപ്പാത്തിയും കറിയും എടുത്തു.